പ്രാർത്ഥനാ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ഹാത്രസിലെത്തി. ദുരന്തസ്ഥലം സന്ദർശിക്കുന്ന രാഹുൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നേരിൽ കാണും. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് രാഹുൽ ഹാത്രസ് സന്ദർശിക്കുന്ന വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ജഗദ്ഗുരു സാക്കർ വിശ്വഹരി എന്ന ഭോലെ ബാബയുടെ നേതൃത്വത്തിൽ ഹാത്രസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിനിടെയുണ്ടായ തിക്കും തിരക്കുമാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഹാത്രസ് ജില്ലയിലെ സിക്കന്ദ്ര റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. സത്സംഗിനെത്തിയവരാണ് ദുരന്തത്തിനിരയായത്. ഫുൽറായ്ക്ക് സമീപം കാൺപൂർ കൊൽക്കത്ത പാതയ്ക്കരികിലെ വയലിൽ നിർമ്മിച്ച താൽക്കാലിക വേദിയിലായിരുന്നു സത്സംഗ്. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങാൻ കാറിൽ കയറുകയായിരുന്ന ഭോലെ ബാബയെ ദർശിക്കാനും കാൽപാദത്തിനടിയിലെ മണ്ണ് ശേഖരിക്കാനുമുണ്ടായ തിരക്കാണ് ദുരന്തത്തിനിടയാക്കിയത്. വയലിലെ ചളിയിൽ അടിതെറ്റിയവർക്കുമേൽ ഒന്നിനു പിറകെ ഒന്നായി ആളുകൾ വീഴുകയായിരുന്നു. ഭോലെ ബാബയുടെ സുരക്ഷാ ഭടന്മാർ ആളുകളെ പുറത്തുപോകാൻ അനുവദിക്കാതിരുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ചവിട്ടേറ്റ് അവശരായവരെ ആശുപത്രിയിലെത്തിക്കാതെ സംഘാടകർ മുങ്ങി. 80,000 പേർക്ക് മാത്രം അനുമതിയുണ്ടായിരുന്ന സത്സംഗിൽ 2.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ FIR. അപകടത്തിൽ മരിച്ചവരിൽ 7 കുട്ടികളും 1 പുരുഷനുമൊഴികെ എല്ലാവരും സ്ത്രീകളാണ്. 28 പേർക്ക് പരിക്കുണ്ട്. മരിച്ചവരിൽ 4 പേരൊഴികെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. 4 ഹരിയാന സ്വദേശികളും മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമൊഴികെ ബാക്കിയെല്ലാം ഉത്തർപ്രദേശുകാരാണ്. കൂട്ടമരണവുമായി ബന്ധപ്പെട്ട് 6 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചടങ്ങിന്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്ന 4 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് അറസ്റ്റിലായത്. പ്രധാന പ്രതി ചടങ്ങിന്റെ മുഖ്യ സേവാദാർ ദേവ് പ്രകാശ് മധുകർ ഒളിവിലാണ്. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.